അടുത്തേട്ടിന് എന്തേ ആലോചിക്കുന്നേ? ഓ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കുന്നില്ല. അതൊക്കെ കിണറ്റി ചാടുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു. കിണറ്റി ചാടിക്കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് എന്നാ കാര്യം? കിണറ്റി ചാടിയ സ്ഥിതിക്ക് ഉള്ള വെള്ളവും കുടിച്ച് അവിടെ നിന്ന് കിടന്നോണം. പവിത്രട്ട് എന്തൊക്കെയായി പറയുന്നേ? ഇപ്പൊ പഴയതുപോലൊന്നും അല്ല നമ്മള്, ഭാര്യയും ഭർത്താവുക. അതാ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. പവിത്രട്ടിന് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ ഞാൻ അമ്മച്ചിയായിട്ട് വഴക്കുണ്ടാക്കിയെന്നല്ലേ? അതെന്താ കാര്യമെന്ന് പവിത്രട്ടിന് അറിയോ? സുമിത്രേ, നീ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കണ? ഒരു ചായ വേണം. അത് ഞാൻ അല്ല, അത് ഞാൻ അമ്മച്ചി ചായ പറഞ്ഞില്ലല്ലോ. അത് മാത്രല്ല, ഇത്രയും നാൾ അമ്മച്ചിയല്ലേ ചായ ഇട്ടത്. അത് നീ വരുന്നത് വരെ 4-5 ദിവസമല്ല വന്നിട്ട്. അടുക്കളയിൽ ഇതുവരെയും കയറിയിട്ടുണ്ടാ? അടുക്കള കയറി ഒന്നും ചെയ്യാൻ അമ്മച്ചി സമ്മതിക്കാനിട്ടല്ലേ. അമ്മച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊരു ചായ വേണം. പാലിലധികം വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ദഹനക്കേടുണ്ടാവും. അത് ഞാൻ സഹിച്ച്. കടുപ്പം അധികം വേണ്ട, മധുരം നല്ലോണം കിട്ടും. മധുരം കഴിക്കാൻ പറ്റിയ പ്രായമാണല്ലോ. നീ ഡോക്ടർ ആകണ്ട, മരുമോളായാ മതി. ഞാൻ പറയാനുള്ള പറഞ്ഞു. പിന്നെ എനിക്കുള്ള ചായ മാത്രം ഉണ്ടാക്കിയാൽ മതി. പവിത്രനുള്ള ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം. മനസ്സിലായില്ല. അവന്റെ രീതികളൊക്കെ എനിക്ക് അറിയാൻ പാടുള്ളൂ. അത് ഞാൻ ചെയ്തു കൊടുത്തോളാം. ഇനി ഇത്രയും കാലം അമ്മച്ചി തന്നെയല്ലേ ഇവിടെ ചായ ഉണ്ടാക്കിയത്. ഇനി അമ്മച്ചി തന്നെ ഉണ്ടാക്കിയാ മതി. അപ്പൊ നിനക്ക് ഇവിടെ എന്താ പണി? ഓഹോ, അപ്പൊ അമ്മച്ചിക്ക് ചായ ഉണ്ടാക്കാനാണ് എന്നെ കെട്ടിക്കൊണ്ട് വന്നത്? അതിന് നിന്നാരോടെ കെട്ടിക്കൊണ്ട് വന്നത്? നീ വലിഞ്ഞേറി വന്നതല്ലേ? പിന്നെ നാണക്കേട് ഓർത്ത് അവൻ അങ്ങോട്ട് കെട്ടിയെന്നല്ലേ ഉള്ളു. അമ്മച്ചി വേണ്ടാതെ ഞാൻ പറഞ്ഞോണ്ടല്ലോ. അമ്മച്ചി അതൊന്നും നോക്കത്തില്ല. ഞാൻ പറഞ്ഞാ നീ എന്ത് ചെയ്യും? കാരണം എന്ത് ചെയ്യും? അമ്മയാ പറഞ്ഞതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടോ പവിത്രേട്ടാ? ഭാര്യ ചായ ഉണ്ടാക്കുന്നേ ഭർത്താവിന് വേണ്ടിയിട്ടാ, അല്ലാതെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ ഉണ്ടാക്കുന്ന ചായ അമ്മയ്ക്ക് കുടിക്കാം, പക്ഷെ അത് പവിത്രത്തിന് തരാൻ പാടില്ല. പവിത്രത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാൻ പാടുള്ളൂ. ഞാനത് സമ്മതിച്ചു കൊടുക്കുവോ പവിത്രേട്ടാ? ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. ഇല്ല, സമ്മതിച്ചു കൊടുക്കില്ല. പവിത്രത്തിന്റെ മേൽ അമ്മയുടെ അവകാശങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി മുതൽ പവിത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഞാനാ. രണ്ടുപേരൂടെ ചേർന്ന് കുളിപ്പിച്ചു കൊച്ചിനെ ഇല്ലാതാക്കരുത്. പവിത്രട്ടൻ TV സീരിയലൊന്നും കാണാറില്ലേ? എല്ലാ അമ്മായിമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാ. 24 മണിക്കൂറും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോ മകനെയും മരുമകളെയും തമ്മിൽ തല്ലിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അമ്മച്ചി എത്ര പറഞ്ഞാലും ഞാൻ പവിത്രത്തിനോട് വഴക്കുണ്ടാക്കില്ല. അപ്പൊ കംപ്ലീറ്റ് വഴക്കും നിങ്ങൾ തമ്മിലായിരിക്കും. എന്നോട് വഴക്കിന് വന്നാൽ ഞാൻ വിടില്ല, അതാരായാലും. ചുരുക്കം പറഞ്ഞാൽ ഇനി മനസമാധാനത്തിന്റെ ദിവസങ്ങളായിരിക്കും ഈ കുടുംബത്ത്. രണ്ടുപേർക്കും വല്ല കോടാലിയോ കടാരിയോ തോക്കോ എന്തെങ്കിലും വേണമെന്നുണ്ടോ നേരത്തെ എന്നോട് പറയണേ. അതൊക്കെ വീട്. നമുക്കിന്ന് സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്കോ? എന്താ സിനിമയെന്ന് കേട്ടിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ സിനിമയ്ക്ക് പോയില്ലെങ്കിൽ പിന്നെ എവിടെ പോവാനാ? എന്റെ പൊന്നു സുമിത്രേ, ഈ കല്യാണം നടന്നത് രജിസ്റ്റർ ഓഫീസിലാണെങ്കിലും ചില്ലറ പൈസ ഒന്നുമല്ല എന്റെ കയ്യിൽ നിന്ന് ചെലവായത്. മുഴുവനും കടവാ. ഈ കടവൊന്നും തീർക്കാതെ സിനിമയുടെ പുറകൊന്നും മുടക്കാൻ എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. അപ്പൊ കടം തീർക്കാതെ സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ലേ? ഇല്ല. അങ്ങനെ കടം തീർത്തിട്ട് ജീവിക്കാൻ പറ്റുമോ? മനുഷ്യരായ കുറച്ച് കടമൊക്കെ ഉണ്ടാവും, അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. എന്നാ അതൊക്കെ എനിക്ക് വലിയ കാര്യം തന്നെയാ. ശരി, സിനിമയ്ക്ക് പോകാനുള്ള പൈസ ഞാൻ തന്നാലോ? പ്രശ്നം തീർന്നില്ലേ? ഞാനിങ്ങനെ വെറുതെ കയ്യും വീശി വന്ന് കയറിയതാന്ന് പവിത്രേട്ടൻ വിചാരിച്ചോ? അത്യാവശ്യം ചെലവിനുള്ള കാശ് എന്റെ കയ്യിലും ഉണ്ട്. പവിത്രേട്ടൻ പോയി റെഡി ആവ്, നമുക്ക് സിനിമയ്ക്ക് പോവാം. പോയി റെഡി ആവുന്നു. അമ്മച്ചി ഇത് ഏതും നേരം നോക്കിയാലും മൊബൈലിൽ കുത്തിക്കളിയാണോ? ഇത് സാധനം ഞാൻ മേടിച്ചു തന്നപ്പോ തൊട്ടേ പറഞ്ഞ ഇതിനകത്തിട്ട് ഈ കുത്തിക്കൊണ്ടിരിക്കില്ല നേരവും. എനിക്ക് എന്താണ് ഒരു നേരം പോക്ക്? അടുക്കളയിലോട്ട് എന്നാ അവളുടെ മുഖം കാണണം. അവക്കാണെങ്കിൽ കണ്ണിയർത്ത കണ്ടുകൂടാ. പിന്നെന്ത് ചെയ്യും? ഞാനേ അവിടെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പണി കണക്കിട്ടുണ്ട്. ഞാനും അവളും കൂടെ ഒരു സിനിമയ്ക്ക് പോകുമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ഒരു 3-4 മണിക്കൂറത്തേക്ക് അമ്മച്ചിക്ക് ഒരു ശല്യം ഉണ്ടാവത്തില്ല. അമ്മച്ചിക്ക് ഇവിടെ മൊബൈലൊക്കെ കുത്തിക്കിടിച്ചോണ്ടിരിക്കുകയും ചെയ്യാം. ഏത് സിനിമ കടാ പോണ? അല്ല, ഈ പടത്തിന്റെ കാര്യമൊന്നും തീരുമാനിച്ചില്ല. വൈകുന്നേരം ഉണ്ടെങ്കിൽ ഞാനും വന്നുണ്ട്. അമ്മച്ചിയോ? എന്താ, എനിക്ക് സിനിമ കണ്ടാക്കൊള്ളൂല്ലേ? അല്ല, ഇതിന് മുമ്പ് ഞാൻ അമ്മച്ചി സിനിമ കാണാൻ വിളിച്ചിട്ട് അമ്മച്ചി വന്നിട്ടില്ലല്ലോ. എന്താന്നറിയാൻ പാടില്ല, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സിനിമ കാണണം എന്നുള്ളൊരു വിചാരം തന്നെ. അതുകൊണ്ട് ഞാനും വന്നുണ്ട്. നിന്റെ ടിക്കറ്റിനുള്ള കാശൊക്കെ ഉണ്ടാടാ? എന്റെ എവിടെ ഇരിക്കുന്നു അമ്മച്ചി? അവിടെ ഈ പൈസ ഉണ്ടെന്ന് അവള് പറഞ്ഞേ. അവിടെ ഒരു കാശുണ്ടെങ്കിൽ അവളുടെ കാശിന് ഒരു സിനിമ കണ്ടിട്ടുള്ള കാര്യമുള്ളൂ. ഞാനും വന്നുണ്ട് വൈകുന്നേരം. അല്ല പിന്നെ അമ്മച്ചിയുടെ അനുവാദം വാങ്ങാൻ പോയതായിരിക്കും. അനുവാദം അല്ലല്ലോ പ്രശ്നം. നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? അതല്ലേ എന്റെ ഒരു വീട്ടുമര്യാദ എന്ന് പറയുന്നേ. ആണ്. രാവിലെ ചായ കുടിക്കണമെങ്കിൽ അമ്മയുടെ അനുവാദം വേണം. ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ അമ്മച്ചിയുടെ അനുവാദം വേണം. ഇനി ശ്വാസം എടുക്കണമെങ്കിലും അമ്മച്ചിയുടെ അനുവാദം വേണോ ആവോ? എടി നീ അതൊന്ന് വിടറേ, രാവിലെ വഴക്കിന് വരാതെ.
ഇപ്പോഴേ ഇങ്ങനെ ഇനി കുറച്ച് നാളൂടെ കഴിയുമ്പോ എന്നതായിരിക്കും? എന്താവാൻ? അമ്മച്ചിയെ ഞാൻ വരച്ച വരയ്ക്കകത്ത് നിർത്തും. എന്നിട്ട് അനുവാദം കിട്ടിയോ ആവോ? അമ്മച്ചി പറഞ്ഞ വൈകുന്നേരത്തെ സിനിമയ്ക്ക് പോവാന്നാ പറഞ്ഞേ. എങ്ങനെ 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 എങ്ങനെ? അല്ല, അമ്മച്ചിക്ക് എന്തോ തിരക്കുണ്ട്, വൈകുന്നേരം ആവുന്നേരത്ത് തിരക്ക് കുറയും, അന്നേരം സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അമ്മച്ചി സിനിമയ്ക്ക് വരുന്നുണ്ടോ? ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല അമ്മച്ചി വരുമെന്ന്. ഞാൻ ഇതിനു മുമ്പും അമ്മച്ചി സിനിമയ്ക്ക് പോകാൻ വേണ്ടി വിളിച്ചിട്ട് അമ്മച്ചി വന്നിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ട് അമ്മച്ചി സിനിമയ്ക്ക് വരാന്ന് സമ്മതിച്ചേക്കുന്നത്. ഓ, അപ്പൊ പവിത്രനും പോയി വിളിച്ചിട്ടാ അമ്മച്ചി സിനിമയ്ക്ക് വരുന്നേ? ആ, ഞാൻ നേരത്തെ തൊട്ടേ അങ്ങനെ. ഞാൻ എവിടെ പോണേലും അമ്മച്ചിയും വിളിക്കും, വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മനുഷ്യ? കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ അല്ലേ സിനിമയ്ക്ക് പോകുന്നത്? അതിന്റെ ഇടയ്ക്ക് അമ്മച്ചിക്ക് എന്താ കാര്യം? ഓ എന്റെ ദൈവമേ, ഇങ്ങനെ മകളൊന്നുമില്ലാത്ത ഒരു തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത്. അവൻ നിന്നെ കല്യാണം കഴിച്ചത് ഇപ്പോഴല്ലേ? ഓ അമ്മച്ചി, അതിനു മുമ്പേ അവനെ പ്രസവിച്ച് ഇത്രയും വലുതാക്കിയത് ഞാനാണ്. എന്നിട്ട് ഇത്രയും കാലം എന്താ കുഞ്ഞാറ്റമ്മന്റെ കൂടെ സിനിമയ്ക്ക് പോവാതിരുന്നത്? എനിക്ക് മനസ്സില്ല നീ. എന്നിട്ട് ഇപ്പൊ മനസ്സുണ്ടായോ? ആ, ഇപ്പൊ മനസ്സുണ്ട്. പവിത്രേട്ടാ, നമ്മൾ രണ്ടും കൂടെ സിനിമയ്ക്ക് പോകുന്നതിന്റെ കണ്ണുകടി അമ്മച്ചിക്ക്. ദേ, ഇവിടുന്ന് സിനിമയ്ക്ക് പോകുന്നെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പോകുന്നില്ല. അല്ല, പോവണ്ട. ആര് പറഞ്ഞ സിനിമക്ക് പോകാൻ? എനിക്കൊരു നിർബന്ധവും ഇല്ല. പവിത്രേട്ടൻ എന്തോ ഒന്നും മിണ്ടാത്തേ? അല്ല, ഞാനിപ്പോ ഇതിനകത്ത് തന്നെ പറയാൻ വേണ്ടിട്ടാ. കഷ്ടമാ പവിത്രേട്ടാ. എന്ത് കഷ്ടം? ഇവിടുന്ന് സിനിമക്ക് പോകണ്ടെങ്കിൽ എന്നെ കൂട്ടി പോയാ മതി, അല്ലെങ്കിൽ പോകണ്ട. നീ അത് വിടന്നേ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇങ്ങനെ കിടന്ന് പിണങ്ങാതെ. നമുക്ക് എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ? എല്ലാവരുടെയും കാര്യം നോക്കണമല്ലേ? അതിന്റെ ഇടയ്ക്ക് എന്റെ കാര്യോ? പവിത്രേട്ടാ, എനിക്ക് ഇന്ന് സിനിമയ്ക്ക് പോകണം. അതിന്റെ ഇടയ്ക്ക് അമ്മച്ചി വരാൻ പാടില്ല. കല്യാണം കഴിക്കല്ലേ കല്യാണം കഴിക്കല്ലേ എന്ന് വിവരമുള്ളവരെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ല. അല്ല, എനിക്കിത് വരണം. എത്ര സമാധാനത്തിൽ ജീവിച്ച ഞാനാ, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. ഇതിപ്പോ അങ്ങനെ പറയല്ലേ പവിത്ര. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാനും ഇച്ചാരും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി. ഇതുവരെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇതിപ്പോ പവിത്രന്റെ ഭാഗ്യക്കേട് അത്ര തന്നെ അല്ലേ ഇച്ചായ? പിന്നല്ലാതെ. അമ്മ എന്നാ ഇരിപ്പാമ്മ ഇരിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തലകുത്തിയോ? നീ എന്തെന്ന് നേരത്തെ? അല്ല, വൈകിട്ട് സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ? അമ്മ പോയി റെഡിയാവും, നമുക്ക് വൈകിട്ട് സിനിമയ്ക്ക് പോകും. ഇല്ലെന്ന് അവള് പറഞ്ഞത് നീ കേട്ടില്ലേ? രാവിലെ ഞാൻ വരികയാണെങ്കിൽ അവള് വരൂലെന്ന്. അമ്മയ്ക്ക് എന്നാ അമ്മ, അവൾ അങ്ങനെയൊക്കെ പറയും. ഇത്ര നാൾ ഞാൻ ക്ഷമിച്ചു, ഇനി അത് പറ്റുമൊന്നുമില്ല. ഇന്ന് പോലെ ഈ വീട്ടിലെ കാര്യം നോക്കുന്നത് ഞാനാ. ഞാൻ പറയുന്നത് കേട്ടാ മതി. എടാ മോനെ പവിത്ര, നീ തന്നെയാണാടാ ഈ പറയണത്. നിനക്ക് ഇത്രയും ഞാൻ കുറ്റം ഉണ്ടായിരുന്ന? ഓ, നമുക്ക് സന്തോഷമായിടാ. ഇത്ര നാൾ ഒരു വഴക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരുന്നത്. ഇനി അത് പറ്റുമല്ല. അമ്മ പോയി റെഡി ആകുമ്പോൾ സിനിമയ്ക്ക് പോകും. ഇനി അതിനകത്ത് അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവളവിടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ഞാൻ പോകുന്നുണ്ടെങ്കിൽ അമ്മയും കൊണ്ട് സിനിമയ്ക്ക് പോകുള്ളൂ. ഞാൻ വരുന്നില്ലടാ. കൈക്കും കാലിനൊക്കെ മരയിപ്പ്. തിയേറ്ററിൽ വന്നാൽ അത് കൂടൂലേ? വേണ്ട. അതല്ല, നീ ഇത്രയും കാലമ്പരം വിളിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടാ? പോയിക്കോ, നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ. പിന്നെ രാവിലെ ഇവിടെ കിടന്നുകൊണ്ട് കയറ് പൊട്ടിച്ചോ? അതപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ. നിങ്ങൾ രണ്ടും കൂടി പോയിട്ടും വാ. ശരി. എൻ്റെ അമ്മച്ചി, ഈ ബുദ്ധി അമ്മച്ചിക്ക് രാവിലെ തോന്നിയിരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സമാധാനം പോകായിരുന്നു. എൻ്റെ കാര്യം പോട്ടെ, ആ ഡോക്ടറുടെയും ആലീസിന്റെ സമാധാനം കൂടെ കളഞ്ഞു. അവർക്ക് എന്നാ പറ്റി? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്നാ കാര്യം? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചില്ലേ? അമ്മച്ചി സിനിമയ്ക്ക് വരുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഇനി മാറ്റി പറയരുത്. ഇല്ല, നീ അവളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ശരി. സുമിത്രേ, എടീ. സുമിത്രേ. സുമിത്ര, നീ ഇതുവരെ റെഡിയായില്ലേ? ദേ, സിനിമയ്ക്ക് പോകണ്ടോ നമുക്ക്? എനിക്കറിയാം നിന്റെ പിണക്കം എന്നാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് വരുന്ന ഏതൊരു പെണ്ണിന്റെ ഒരു ആഗ്രഹമാണ് സ്വന്തം ഭർത്താവിന്റെ കൂട്ടത്തിൽ ഒരു സിനിമയ്ക്ക് പോകാന്നുള്ളത്. അത് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ആർക്കാളും ദേഷ്യം വരും. സുമിത്ര, എങ്ങനെ നോക്കിക്കേ, നീ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് സാധിച്ചു തന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഒരു ഭർത്താവാന്നും പറഞ്ഞ് നടക്കുന്നത്? ഇന്ന് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും. ആരൊക്കെയുണ്ട് സിനിമയ്ക്ക്? അമ്മച്ചി വരുന്നുണ്ടെന്ന് രാവിലെ പറഞ്ഞു. നമുക്ക് നമ്മുടെ ബന്ധുക്കാരെ കൂടെ വിളിച്ചാലോ? അങ്ങനെ വേണം സിനിമയ്ക്ക് പോവാൻ. ഒരു ബസ് വിളിച്ചു പോവാം. എന്താ? നീ എന്നെ കുറിച്ച് എന്നാ വിചാരിച്ചത്? ഇന്ന് സിനിമയ്ക്ക് പോകുന്നത് നീയും ഞാനും മാത്രം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഭാര്യയും ഭർത്താവോട് സിനിമയ്ക്ക് പോകുന്നതിന്റെ കീഴിൽ അമ്മച്ചി എന്തിനാ വന്ന് കയറുന്നത്? സ്വർഗത്തിലെ കട്ടുറുമിനെ പോലെ. അമ്മച്ചി വരുന്നില്ലെന്ന് അമ്മച്ചി പറഞ്ഞോ? ആദ്യം ഒന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ സിനിമയ്ക്ക് പോകുന്നത്, അതിൻ്റെ ഇടയിൽ അമ്മച്ചിക്ക് വരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അതിൽ അമ്മച്ചി അങ്ങ് വീണ് ഒതുങ്ങി. ബെസ്റ്റ്. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അമ്മച്ചി ഇല്ലാതെ സിനിമയ്ക്ക് പോയിട്ടെ അത് നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞു നടക്കാനല്ലേ? ആ പെണ്ണ് വന്നു കഴിഞ്ഞ ശേഷം ആ തള്ളയ്ക്ക് കഷ്ടകാലം ഒന്ന് അങ്ങനെ എന്നെ നാണം കെടുത്താന്ന് കരുതണ്ട. അമ്മച്ചി ഉണ്ടെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോകുന്നുള്ളൂ.
സുമിത്ര നീ എന്നാടി പറയുന്നത്? ദേ, പവിത്രേട്ടൻ മിണ്ടരുത്. ഇവിടെ ഞാനും അമ്മച്ചും തമ്മിൽ ഒരു നിസ്സാര പ്രശ്നം നടന്നപ്പോ പവിത്രേട്ടൻ ഓടിപ്പോയത് ഡോക്ടറുടെ വീട്ടിൽ പോയി പറഞ്ഞില്ലേ? എന്നിട്ട് ആലീസ് ചേച്ചി എന്റെ പക്ഷം പിടിച്ചപ്പം ഡോക്ടറും പവിത്രേട്ടനും കൂടെ അമ്മച്ചിയുടെ പക്ഷം പിടിച്ചു. ഇതൊക്കെ നിന്നോടാണടി പറഞ്ഞത്? ആലീസ് ചേച്ചി വിളിച്ചു പറഞ്ഞു എന്റെ അടുത്ത്, അമ്മച്ചി ഇല്ലാതെ സിനിമയ്ക്ക് പോയിട്ടെ അത് നാട്ടുകാരുടെ മുമ്പിൽ മൊത്തം പറഞ്ഞു നടത്തി എന്നെ മോശക്കാരിയാക്കാനല്ലേ. ആ പൂതി മനസ്സിലിരുന്നാ മതി, അത് നടക്കില്ല. അമ്മച്ചി ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ. നീ വന്നേ. വാടി. പവിത്രേട്ടൻ ഇങ്ങോട്ട് വാടി. പവിത്രേട്ടൻ എന്താ? അമ്മ എവിടെ പോന്നെ? അമ്മ എവിടെ വന്നേ? ഈ വീട്ടിൽ രാവിലെ സിനിമയുടെ കാര്യം പറഞ്ഞാരാ? ഞാനാ. ഈ കാര്യം ഞാൻ അമ്മയോട് ഒന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. അന്നേരം അമ്മ എന്നാ പറഞ്ഞേ? ഞാനും കൂടെ വരുമെന്ന്. ഇത് കേട്ടോ നീ എന്നാ പറഞ്ഞു? അമ്മ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അമ്മ എന്നാ പറഞ്ഞു? എന്നെയും കൊണ്ടല്ല അത് പോകാൻ പറ്റില്ലെന്ന്. ആണോ? ഇവിടം വരെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ. ഇനി അമ്മച്ചിയുടെ കാര്യം പറ. അമ്മച്ചി സിനിമയ്ക്ക് വരുന്നുണ്ടോ ഇല്ലയോ? വരുന്നില്ലെന്ന് പറഞ്ഞല്ല. കാരണം കൈക്കും കാലിനും മരവിപ്പ്. തിയേറ്ററിൽ ഇരുന്നാ കൂടും. ഈ കൈക്കും കാലിനും മരവിപ്പ് രാവിലെ ഇല്ലായിരുന്നു. പിന്നെന്തിനാ അമ്മ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് അന്നെ വാശി പിടിച്ചതിന്റെ കാര്യം? നിന്നോട് ഞാൻ പറഞ്ഞാണ് അമ്മച്ചിയുടെ കൂടെ കൊണ്ടുപോകാന്ന്. എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? അമ്മച്ചി ഉണ്ടെങ്കിലും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മച്ചി വരുന്നില്ല, നിന്റെ തീരുമാനം എന്നാ? ഞാൻ പറഞ്ഞല്ലോ, അമ്മച്ചി ഇല്ലാതെ സിനിമയ്ക്ക് പോയിട്ടെ അത് നാട് മുഴുവൻ പറഞ്ഞു നടക്കാനല്ലേ. ഇനി ആ പരിപാടി നടക്കില്ല. അമ്മച്ചി ഇല്ലാതെ ഞാൻ വരുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ തന്നെ മോനത് നാട് മുഴുവൻ പറഞ്ഞു നടന്നല്ലോ. ഇനി അമ്മച്ചിയുടെ വക കൂടി ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ടെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ മോശക്കാരി ആവാനല്ലേ. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഹോ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കുറിച്ച് എന്നാ വിചാരിച്ചേക്കുന്നേ? ഞാൻ വെറും ഉണ്ടാക്കാനാണെന്നോ? മനുഷ്യന്റെ മനസമാധാനം കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്ക രണ്ടെണ്ണവും കൂടെ. ഒരാൾക്ക് ഒരിക്കലും ഇല്ലാത്തൊരു പുതിയ സിനിമ കണ്ടേ പറ്റുള്ളൂ. ഒരുത്തേക്കാണ് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സിനിമ സ്ക്രീനെ തെളിയത്തില്ല. ദേ, ഞാനൊരു കാര്യം പറയാം. ഓരോരോ ഇടപാട് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എന്നെ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ എന്നെ തനിക്കൊണം നിങ്ങൾ അറിയും. ഇനി മേലിൽ ഈ കുടുംബത്തെ സിനിമ എന്ന് പറഞ്ഞ ഒരു വാക്ക് പോലും വേണ്ടിപ്പോല്ലോ. മനസ്സിലായോ? നിനക്ക് മനസ്സിലായി? ദേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മി തീർത്തോണം. അതിന് തെറി പറഞ്ഞിട്ടാണെങ്കിലും ശരി, തമ്മി തല്ലി തീർത്തിട്ടാണെങ്കിലും ശരി. ബാക്കിയുള്ളവന് ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയില്ലേ? ആർക്കറിയാം എന്താ പതിവില്ലാതൊരു ദേഷ്യം. വളർത്തു ദോഷം അല്ലാണ്ട് എന്ത്. വളർത്തിയൊന്നും കുറ്റമില്ല. നീ എന്നിവിടെ കയറി വന്നോ അന്ന് തുടങ്ങിയതാണ് ഇവൻ ഈ സുഖം. ആവശ്യമില്ല തന്നെ പറഞ്ഞോണ്ടല്ലോ.